വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. ആലപ്പുഴയിലെ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഭർത്താവ് ഒന്നാം പ്രതി. കലയുടെ ഭർത്താവ് അനിൽ ഉൾപ്പെടെ 4 പേരാണ് പ്രതികൾ. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം. പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്നും മാരുതി കാറിൽ മൃതദേഹം കൊണ്ടുപോയെന്നും എഫ്ഐആറിൽ പറയുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. അനിലിന്റെ ബന്ധുവായ സുരേഷിന്റെ മൊഴിയാണ് കൊലപാതകം തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നതിൽ നിർണായകമായത്. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ അറിയിച്ചതായാണ് സുരേഷിന്റെ മൊഴി. അനിൽ വിളിച്ചതനുസരിച്ച് പെരുമ്പുഴ പാലത്തിൽ എത്തിയപ്പോൾ പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടു. മറവ് ചെയ്യാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥന നടത്തിയപ്പോൾ പറ്റില്ലെന്നറിയിച്ചു മടങ്ങിയതായും സുരേഷ് മൊഴി നൽകി. പ്രതികളെ 10 മണിക്ക് ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കും. പ്രതികൾക്കായി പോലീസ് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകും. ആജ്ഞ രവീന്ദ്രനുണ്ട് മാന്നാറിൽ നിന്നും. ആജ്ഞ, കൊലപാതകത്തിൽ കൂടുതൽ വ്യക്തത വരുന്നു. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പാർവതി, 10 മണിയോടുകൂടിയാണ് ചെങ്ങന്നൂർ കോടതിയിൽ പ്രതികളെ ഹാജരാക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാനുമുള്ള സാഹചര്യമുണ്ട്. 15 വർഷത്തിന് ശേഷമാണ് കലയെന്ന് പറയുന്ന മിസ്സിംഗ് ആയിരുന്നാൽ തിരോധാന കേസ് മാത്രം രജിസ്റ്റർ ചെയ്യുന്ന ഒരു കേസ് കൊലപാതകത്തിലേക്ക് വഴി തെളിയിക്കുന്നത്. അതിനുണ്ടായ സാഹചര്യമൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം 15 വർഷം മുൻപ് ഒരു സ്ത്രീയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടുന്നു. ഭർത്താവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടാണ് കരയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ 2 മാസം മുൻപാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് നയിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഊമക്കത്ത് ലഭിക്കുന്നത്. ഈ ഊമക്കത്തിനെ തുടർന്നാണ് പോലീസ് ഇതിലേക്ക് അന്വേഷണത്തിന് എത്തുന്നത്. ഈ അന്വേഷണത്തെ തുടർന്ന് 5 പ്രതികൾ ആണ് ഈ കേസിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്ത ശേഷമാണ് ഇപ്പോൾ പരാതിക്കാരനായ സുരേഷ് മാപ്പുസാക്ഷിയാകുന്നത്. സുരേഷാണ് ഇതിൽ പരാതിക്കാരൻ. സുരേഷ് തന്നെയാണ് ആദ്യം ഈ പറഞ്ഞതുപോലെ കലയുടെ മൃതദേഹം കാണുന്നത്. അനിൽകുമാർ കലയെ കൊലപ്പെടുത്തിയ ശേഷം തന്നെ രാത്രിയിൽ വിളിച്ചു. ഈ വലിയ പെരുമ്പുഴ പാലത്തിലെത്തിയ ശേഷം രാത്രിയിൽ വിളിച്ചു. താൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് മൃതദേഹം കാണുന്നത്. ഇങ്ങനെ സംഭവിച്ചു പോയി, കല മരണപ്പെട്ടു, അതുകൊണ്ട് മറവ് ചെയ്യാൻ സഹായിക്കണം എന്ന് പറയുകയും സുരേഷ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. എന്നാൽ ഇത്ര കാലം പുറത്തു പറയാതിരുന്നത് അനിൽകുമാർ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എന്നാണ് സുരേഷ് കുമാർ പോലീസിന് നൽകിയ മൊഴി. അതേസമയം 2ാം പ്രതി ജിനുവാണ് ഈ പ്രതികളിൽ ഇപ്പോൾ പ്രതികൾ പട്ടികയിലുള്ളതിൽ 2ാമത്തെ പ്രതി ജിനുവാണ് ആദ്യമായി കലയുടെ മൃതദേഹം ആയിക്കര ജംഗ്ഷനിൽ വെച്ചിട്ടാണ് കാണുന്നത്. രാത്രിയിലാണ് കാണുന്നത്. കല മരിച്ച ശേഷം, അതായത് പിന്നീട് 2, 3, 4 പ്രതികൾ എത്തുന്നു. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ മൃതദേഹം മറവ് ചെയ്യാം. അതായത് കുറച്ചു ദിവസങ്ങളായി ഈ കല മിസ്സിംഗ് ആണ് എന്നൊരു വാർത്ത നാട്ടിൽ പരന്നിരുന്നു. കലയുമായി ഈ അനിൽകുമാർ പ്രണയവിവാഹിതരായിരുന്നു. ഇവർ 2 വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അനിൽകുമാറിന്റെ വീട്ടിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. കലയെ വിവാഹം കഴിച്ച ബന്ധു വീട്ടിൽ നിർത്തുന്ന സാഹചര്യം. മാത്രമല്ല, അനിൽകുമാറിന് കുറച്ച് കഴിഞ്ഞപ്പോൾ കലയിൽ സംശയം തോന്നുന്നു. ഈ സംശയമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. കലയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പേര് പോലും, അതായത് പാലക്കാട് സ്വദേശിയായ ഒരു സൂരജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി കല റിലേഷൻഷിപ്പിലായിരുന്നു. അവർ ആ ഒരു വഴിക്ക് ഒളിച്ചോടി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്ന് നാട്ടിൽ അങ്ങനെ ഒരു റൂമർ പിറക്കുന്നു. എന്നാൽ അതിനുശേഷം 3ാമത്തെ ദിവസമാണ് അനിൽകുമാർ എറണാകുളത്ത് പോയി കലയെ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു റൂമർ ഉണ്ടാക്കാൻ വേണ്ടി, ഇങ്ങനൊരു കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി അനിൽകുമാർ കലയെ മാറ്റി പാർപ്പിച്ചതാകാമെന്നൊരു നിഗമനത്തിലാണ് പോലീസ്. മാത്രമല്ല, കല കൊല്ലപ്പെട്ട് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അനിൽകുമാർ പുനർവിവാഹം കഴിക്കുന്ന കൂടിയുണ്ടായി. ഈ സാഹചര്യത്തിലേക്കും വഴിവെക്കുന്നത് അനിൽകുമാറിന്റെ പരസ്ത്രീ ബന്ധമാണോ ഇതിലേക്ക് വഴി തെളിച്ചത് എന്നുള്ള തരത്തിലേക്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അനിൽകുമാർ ഇപ്പോൾ ഇസ്രായേലിലാണ്. ഈ വിവാഹം കഴിച്ച സമയത്ത് അനിൽകുമാർ അങ്കോളയിലായിരുന്നു. അങ്കോളയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ കലയ്ക്ക് പരപുരുഷ ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ അനിൽകുമാറിന്റെ ബന്ധുക്കൾ അറിയിക്കുന്നു. അതേ തുടർന്നാണ്
ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഉണ്ടായത് എന്നാണ് ഈ പറയുന്ന പ്രതികൾ പോലീസിനെ ബോധ്യപ്പെടുത്തിയത്. പ്രതികളുടെ മൊഴി അനുസരിച്ച് പോലീസിന് വ്യക്തമാകുന്നത്. അതേസമയം ഇവരാരും കൊലപാതകത്തിൽ പങ്കാളികളല്ല. കൊലപ്പെടുത്തിയത് അനിൽകുമാറാണ്. കൊലപ്പെടുത്തിയ ശേഷമാണ് ഇവർ കലയുടെ മൃതദേഹം കാണുന്നത് എന്നാണ് മൊഴി. അതുകൊണ്ട് തന്നെ കൊലയിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് ഇപ്പോൾ ഈ 2, 3, 4 പ്രതികളായുള്ള ആളുകളുടെ മൊഴിയിൽ നിന്ന് മാത്രം നമുക്ക് വ്യക്തമാകുന്നുള്ളൂ. കൂടുതൽ വ്യക്തമാകുന്നെങ്കിൽ അനിൽകുമാറിനെ ചോദിക്കണം. അനിൽകുമാറിനെ ഇസ്രായേലിൽ നിന്നും കൊണ്ടുവരാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികളെ ഇപ്പോൾ തന്നെ ഇന്ന് 10 മണിയോടെ തന്നെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. പാർവതി, ആജ്ഞ, ഒപ്പം ഈ പാലക്കാട് സ്വദേശിയുമായുള്ള കലയുടെ ബന്ധം എന്ന പേരിൽ പ്രചരണം നടക്കുന്നുണ്ടല്ലോ, ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ടോ? ഇയാളെ കണ്ടെത്താനായി പോലീസ് ശ്രമം നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് പാർവതി. ഈ കഥ, അതായത് ഇതൊരു കെട്ടുകഥയാണോ, അതല്ലെങ്കിൽ ഇത്തരത്തിൽ കലയ്ക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകണമെങ്കിൽ ഈ പറഞ്ഞിരുന്ന പാലക്കാട് സ്വദേശിയെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പോലീസ് കൂടുതൽ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസുള്ള ഒരു നിഗമനം എന്താണെന്ന് പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നത് ഇങ്ങനെ, അതായത് കലയെ കൊലപ്പെടുത്താൻ, അതായത് കലയുടെ ജാതി അനിലിന്റെ വീട്ടുകാർ പ്രശ്നമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ബന്ധുക്കൾ തന്നെ ഇത്തരത്തിൽ അവിഹിതം കലയിൽ ആരോപിക്കുകയായിരുന്നു എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ അവിഹിതം ആരോപിച്ചത് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പ്രാഥമികമായി പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. പക്ഷേ ഈ കൊലപാതകം നടന്നത് ഈ പറഞ്ഞതുപോലെ അനിൽകുമാറിന്റെ അതിരുവിട്ട ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണോ, അതല്ല കലയെ ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു കഥ കെട്ടിച്ചമച്ചതാണോ? ഈ കാര്യങ്ങളൊക്കെ ഇനിയും ഈ അന്വേഷണത്തിലൂടെ വ്യക്തമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗരൂകരാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 10 മണിയോടുകൂടി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മാന്നാറിൽ നിന്നും. മറ്റു വാർത്തകൾ കൂടി നോക്കാം. AKG സെന്റർ ആക്രമണ കേസിൽ ഡൽഹിയിൽ പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ഇന്നലെ രാത്രിയാണ് സുഹൈലിനെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചത്. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുഹൈൽ എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. 1-ാം പ്രതി ജിതിൻ, 3-ാം പ്രതി നിത്യ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. വി അരുണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, എപ്പോഴാണ് ഇയാളെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് എത്തിക്കുന്നത്? തിങ്കളാഴ്ച വൈകിട്ട് 3:30 ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് സുഹൈലിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത് ഡൽഹി പോലീസ്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഈ AK സെന്ററിലെ ആക്രമണത്തിന് ശേഷം സുഹൈല് ലണ്ടനിലേക്കാണ് കടന്നത്. അവിടെ നിന്ന് തിരികെ വന്നാണ് വീണ്ടും ഡൽഹിയിൽ വെച്ച് കാഠ്മണ്ഡുവിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും അറസ്റ്റിലായെന്നാണ് പോലീസ് നൽകുന്ന സൂചന. വൈകിട്ടോടുകൂടി ഇയാളെ അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം ജവഹർനഗറിലെ അവരുടെ ഓഫീസെത്തി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. തെളിവെടുപ്പും വൈകാതെ ഉണ്ടാകും. കേസിലെ 2-ാം പ്രതിയാണ് സുഹൈൽ. മാത്രമല്ല ഇതിലെ പ്രധാന പ്രതി, ഏറ്റവും ഗൂഢാലോചനയടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് സുഹൈൽ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. KPC അധ്യക്ഷൻ K. സുധാകരന്റെ ഏറ്റവും വിശ്വസ്തരായ യുവ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സുഹൈൽ. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾക്ക് കൂടി പങ്കുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായെന്ന കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയാണ്. പാർവതി, AKG സെന്റർ ആക്രമണ കേസിൽ അറസ്റ്റിലായ 2-ാം പ്രതി സുഹൈൽ ഷാജഹാനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ഇയാളെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നു. വിവരങ്ങൾ നൽകിയത് വി അരുൺ. ഉത്തർപ്രദേശിലെ ഹാദ്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഉയരുന്നു. 121 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അനുവദിച്ചതിലും 2 ഇരട്ടി ആളുകൾ വന്നതും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലെ പാളിച്ചയുമാണ് വൻ ദുരന്തത്തിന് കാരണമായത്. പ്രാർത്ഥനാ യോഗത്തിന്റെ സംഘാടകൻ ബോലെ ബാബയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും. രാകേഷ് ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, മരണസംഖ്യ ഉയരുന്നു, പരിക്കേറ്റവർ നിരവധിയാണ്. എത്രത്തോളം ആശങ്കയുളവാക്കുന്ന വാർത്തകളാണ് അവിടെ നിന്നും വരുന്നത്?
പാർവതി, സമീപകാലത്തെ ഏറ്റവും വലിയ ദുരന്തമാണിപ്പോൾ ഉത്തർപ്രദേശിലെ ഹത്രസിൽ ഉണ്ടായിരിക്കുന്നത്. ഒട്ടും ശുഭകരമായ വാർത്തയല്ല ഇപ്പോഴും അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. 116 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചതെങ്കിൽ ഇപ്പോൾ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. 121 എന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിലുള്ള പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. മരിച്ചവരിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളാണ്. ഏതാണ്ട് 110ലധികം പേർ സ്ത്രീകളാണ്, 7 പേർ കുട്ടികളാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നു. ഏതായാലും ഈ സംഘാടനത്തിലെ പാളിച്ച തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അനുമതി നൽകിയിരുന്നു. ഈ പരിപാടിക്കായി, ചടങ്ങിനായി, പ്രാർത്ഥനാ യോഗത്തിനായി അനുമതി വാങ്ങിയിരുന്നു. പക്ഷേ 80,000 പേർക്ക് മാത്രമാണ് അനുമതി നൽകിയിരുന്നെങ്കിൽ അവിടെ പ്രവേശിച്ചത്, ആ പരിപാടിയിൽ പങ്കെടുത്തത് 2.5 ലക്ഷം ആളുകളാണ് എന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. അതായത് ഇവർക്കായി ഈ 2.5 ലക്ഷം പേർ പങ്കെടുക്കുമ്പോൾ അവിടെ സുരക്ഷ ഒരുക്കാനായി പോലീസ് നന്നേ കുറവായിരുന്നു. 72 പേര് മാത്രമാണ് അവിടെ പോലീസുകാർ ചുമതലയിൽ ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, ഒരു താൽക്കാലിക വേദിയായിരുന്നു അത്. ആ താൽക്കാലിക വേദിയുടെ വഴി ഏതെന്ന് കൃത്യമായി മാർക്ക് ചെയ്തിരുന്നില്ല എന്നാണ് ഇപ്പോൾ FIRൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ദൃക്സാക്ഷികൾ അടക്കം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 1.5 മണിക്കൂർ നീണ്ട പ്രഭാഷണമായിരുന്നു ബോലെ ബാബ നടത്തിയത്. അതിനുശേഷം ബോലെ ബാബ പുറത്തേക്കിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിക്കാനായി ആളുകൾ തിക്കും തിരക്കും കൂട്ടി. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന ഒരു വാദമുണ്ട്. മറ്റൊന്ന്, ഈ നടന്നുപോയ വഴിയിലെ മണ്ണ് ശേഖരിക്കാനായി ചിലർ ശ്രമിച്ചു. ഇത് ആളുകൾ വീഴാൻ കാരണമായി. പിന്നീട് അവിടെ അത് തിക്കും തിരക്കുമായി. അതും വലിയ അപകടത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നു. ഇതുകൂടാതെ ഈ പരിപാടി കഴിഞ്ഞ ശേഷം ചില ആളുകൾ പുറത്തിറങ്ങാനായി ശ്രമിച്ചു. അപ്പോൾ നേരിയ വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ തിക്കും തിരക്കുമുണ്ടായി. ഇതിന് പുറമെ ഈ വേദിക്ക് പുറത്തായി നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ബൈക്കുകളടക്കം പാർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി. അതും ഈ അപകടത്തിലേക്ക്, അല്ലെങ്കിൽ മരണസംഖ്യ വർദ്ധിപ്പിക്കുന്നത്, അപകടത്തിന് തോത് വർദ്ധിപ്പിക്കുന്നത് ഇടയാക്കിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും ഈ സംഘാടനത്തിൽ വലിയ പാളിച്ച ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന വിവരം. ഒപ്പം കാര്യമായ പോലീസിനെയും അവിടെ വിന്യസിക്കുകയും ചെയ്തിരുന്നില്ല. ഏതായാലും നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഹത്രസിലെ സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിൽ കരളലിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട നിലയിലാണ് കാണപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും ബോലെ ബാബയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് UP പോലീസ്. ഇന്നലെ മെയിൻപുരിയിലെ ഒരു ആശ്രമത്തിൽ ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണം. നിരവധി അനുയായികളുള്ള വ്യക്തിയാണ് ഈ ബോലെ ബാബ. അത് UPയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മധ്യപ്രദേശിലും രാജസ്ഥാനിലും അടക്കം നിരവധി അനുയായികളുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊരു നിഗമനത്തിലാണ് UP പോലീസ് ഉള്ളത്. ഏതായാലും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ ആവർത്തിക്കുന്നുണ്ട് UP പോലീസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UP മുഖ്യമന്ത്രിയുമായി ഫോണിൽ ചർച്ച നടത്തി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് അപകടം നടന്ന സ്ഥലം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സന്ദർശിക്കുന്നുണ്ട്. പാർവതി, ഹാത്രസിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ്. ഇന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥലം സന്ദർശിക്കും. അന്വേഷണത്തിനായി പ്രത്യേക സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ER രാഗേഷ്. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പ്രതിഷേധവുമായി MSF. നോൺ ജോയിനിംഗ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ കഴിയാത്തതിനെതിരെയാണ് പ്രതിഷേധം. നേരത്തെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളാണ് നോൺ ജോയിനിംഗ് വിദ്യാർത്ഥികൾ. ഇവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ കഴിയില്ലെന്നാണ് സർക്കാർ ഉത്തരവ്. സീറ്റ് ലഭിക്കാത്തതിനാൽ അൺഎയ്ഡഡ് കോഴ്സിലടക്കം ചേർന്നവർക്കും സപ്ലിമെന്ററിക്ക് അപേക്ഷിക്കാനാകില്ല. സർക്കാർ ശ്രമം കണക്കുകൊണ്ട് തോൽപ്പിക്കാനാണെന്നും സർക്കാർ തിരുത്തിയില്ലെങ്കിൽ വീണ്ടും സമരം ശക്തമാക്കുമെന്നും MSF സംസ്ഥാന പ്രസിഡന്റ് മലപ്പുറത്ത് പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞത് അപ്ലിക്കേഷൻ ജയിച്ച മുഴുവൻ കുട്ടികൾ ഇതിന് തയ്യാറാകില്ല എന്നാണ്. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും +1 തയ്യാറായി എന്ന് മാത്രമല്ല, CBSE വിദ്യാർത്ഥികൾ കൂടി കേരള സിലബസിലേക്ക് +1 വരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ കേരള സിലബസിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായതിനേക്കാൾ കൂടുതൽ സീറ്റ് അവൈലബിലിറ്റി മലബാറിലും മലപ്പുറത്തൊക്കെ ആവശ്യമായി വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും +1 എന്നല്ല, പോളിക്കും ITക്കും ഒക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ അപ്ലിക്കേഷൻ കഴിഞ്ഞപ്പോൾ പോളിക്കും ITക്കും എന്നല്ല, ഞങ്ങൾക്ക് +1 സീറ്റ് തന്നെ വേണം എന്ന കുട്ടികളുടെ ഇൻട്രസ്റ്റ്, കണക്കുകൾ നമുക്ക് ബോധ്യപ്പെട്ടു. ആ സമയം തൊട്ടാണ് അദ്ദേഹം കണക്കുകൾ കൊണ്ട് ഒരു ട്രിക്സ് കാണിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ തൃശ്ശൂർ അതിർത്തിയിലുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ പാലക്കാട് അതിർത്തിയിലുള്ള ഒരു കുട്ടി, കോഴിക്കോട് അതിർത്തിയുള്ള ഒരു കുട്ടി, തൊട്ടടുത്തുള്ള സ്കൂൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണെങ്കിൽ ആ കുട്ടി മലപ്പുറത്ത് കൊടുത്താൽ അത് മലപ്പുറത്തിന്റെ അപ്ലിക്കേഷനിൽ നിന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് 10,000-ഓളം അപ്ലിക്കേഷൻ മന്ത്രി കുറച്ചത്. എന്നാൽ ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, മലപ്പുറത്തെ ഒരു കുട്ടി തൊട്ടപ്പുറത്ത് തൃശ്ശൂരിന് അപ്ലിക്കേഷൻ കൊടുത്താൽ അത് ഇതിൽ കൂട്ടണമെന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു രീതിയല്ലേ? അത് ചെയ്യാതെ
മലപ്പുറത്തേക്ക് വന്ന മറ്റു ജില്ലകളിലെ അപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് എണ്ണം കുറച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് അത് കയ്യിൽ നിൽക്കുന്നില്ല. തനിക്ക് ഇഷ്ടപ്പെട്ടൊരു സബ്ജക്ട് ആഗ്രഹിച്ചിരുന്ന കുട്ടി, ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് കിട്ടുന്നില്ല. ആ സബ്ജക്ട് കിട്ടാത്തതിന്റെ പേരിൽ ചേരാതിരുന്നാൽ നിങ്ങൾ ഇനി പഠിക്കാൻ താല്പര്യപ്പെടാത്തവരാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾ +1 പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ 7000-ഓളം കുട്ടികൾ ലിസ്റ്റ് നിന്ന് പുറത്താക്കുകയാണ്. അപ്പം മന്ത്രിക്ക് സൗകര്യമായി. മന്ത്രി പറഞ്ഞ പോലെ വളരെ കുറച്ച് കണക്ക്, ഒരു 4000-5000 സീറ്റ് ഉണ്ടായാൽ മലബാറിലെ പ്രശ്നം തീരുമെന്ന് പറയാൻ. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? വസ്തുത അങ്ങനെയല്ല. 10,000-ലധികം കുട്ടികൾ അപ്ലിക്കേഷൻ പോലും കൊടുക്കാൻ കഴിയാതെ തെരുവിൽ നിൽക്കുകയാണ്. അവർ പറയാണ് ഞങ്ങൾക്ക് അപ്ലിക്കേഷൻ കിട്ടിയത് മാത്രം പരിഹരിച്ചാൽ മതി എന്ന് 5-ാം തീയതി മറുപടി പറയാം എന്ന നിലക്കാണ് മന്ത്രി ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ട്രിക്സ് കാണിക്കുന്നതെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത്, ഈ കുട്ടികൾ തെരുവിലുണ്ട്, അവരെ കൂടി സമൂഹത്തിന് മുമ്പിലേക്ക് ഉയർത്തി കാണിച്ച് നിങ്ങളുടെ കള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ SFI KSU സംഘർഷത്തിന് പിന്നാലെ സ്റ്റേഷൻ ഉപരോധിച്ച MLA-മാർ M. വിൻസെന്റും ചാണ്ടി ഉമ്മനുമാണ് KSU നേതാക്കൾക്കൊപ്പം സ്റ്റേഷൻ ഉപരോധിച്ചത്. KSU ജില്ലാ സെക്രട്ടറി സാൻ ജോസിനെ കാര്യവട്ടത്തെ SFI പ്രവർത്തകർ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് പരാതി. ഡാൻ കുര്യനുണ്ട്. ഡാൻ, എന്താണ് സംഘർഷത്തിന് കാരണമായത്? ഇന്നലെ അർദ്ധരാത്രിയാണ് പരാതിക്കിരയാക്കിയ സംഭവങ്ങൾ കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായത്. SFI ക്യാമ്പസിനുള്ളിൽ ഇടിമുറി നടത്തുകയാണെന്നും ആ ഇടിമുറിക്കുള്ളിൽ വെച്ച് KSUവിന്റെ ജില്ലാ സെക്രട്ടറിയായ സാൻജോസിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നുമായിരുന്നു KSU പ്രവർത്തകരുടെ ആക്ഷേപം. തുടർന്ന് സാൻജോസിനെതിരെ മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി KSU സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അതിന് പിന്തുണയുമായി ചാണ്ടി ഉമ്മൻ MLA-യും M. വിൻസെന്റ് MLA-യും എത്തിയതോടെയാണ് ഈ സ്ഥിതി രൂക്ഷമായത്. തുടർന്ന് പോലീസുമായുള്ള വാക്കുതർക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും സർവകലാശാല തലത്തിലും ഇതുമായി ബന്ധപ്പെട്ട സമാന്തരമായ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. ഡാൻ, ഇപ്പോഴും ഈ കാര്യവട്ടം ക്യാമ്പസിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഒപ്പം കേസ് എടുത്തിട്ടുണ്ടോ? ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്? സ്വാഭാവികമായി ഇന്നലെ വൈകിട്ട് സംഘർഷമുണ്ടായ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസിന്റെ സാന്നിധ്യം കാര്യവട്ടം ക്യാമ്പസിലുണ്ട്. KSU SFI സംഘർഷമായി അത് വളരാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് ജാഗ്രത പുലർത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കാവൽ കാര്യവട്ടം ക്യാമ്പസിനകത്തും പുറത്തും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാക്കുന്ന വിവരങ്ങൾ. കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമാകുന്നത്. കാര്യവട്ടം ക്യാമ്പസിൽ SFI KSU സംഘർഷത്തിന് പിന്നാലെ സ്റ്റേഷൻ ഉപരോധിച്ച MLA-മാർ. ക്യാമ്പസിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് ക്യാമ്പസ് ഉള്ളത്. വിവരങ്ങൾ നൽകിയത് ഡാൻ കുര്യൻ. കണ്ണൂർ പടിയൂരിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 കോളേജ് വിദ്യാർത്ഥിനികൾക്കായി തെരച്ചിൽ തുടരുന്നു. ചാലോട് എടയന്നൂർ സ്വദേശി ശബാന, അഞ്ചരക്കണ്ടി സ്വദേശി സൂര്യ എന്നീ വിദ്യാർത്ഥിനികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇരിട്ടിക്കടുത്ത് പടിയൂർ പൂവംകടവിലാണ് സംഭവം. സുഹൃത്തിന്റെ വീട്ടിലെത്തിയ വിദ്യാർത്ഥിനികൾ പുഴ കാണാൻ പോയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പുഴയിൽ വീണ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രണ്ടാമത്തെയാളും ഒഴുക്കിൽപ്പെട്ടത്. വീട്ടുവളപ്പിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. മുക്കം തൂങ്ങുംപുരം സ്വദേശി രാജീവിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് ഇന്നലെ രാത്രി 11 മണിയോടെ പെരുമ്പാമ്പിനെ പിടികൂടിയത്. പെരുമ്പാമ്പ് രാജീവിന്റെ വീട്ടുവളപ്പിലേക്ക് കയറുന്നത് കണ്ടവർ വീട്ടുകാരെ വിവരം അറിയിക്കുകയും തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് വീട്ടുവളപ്പിൽ കൂട്ടിയിട്ട ചെങ്കൽ കൂട്ടത്തിനിടയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയത്. ഉടൻ വനം വകുപ്പിന് കീഴിലുള്ള RRT വോളണ്ടിയർ എത്തി പാമ്പിനെ പിടികൂടി. രാജേട്ടന്റെ അടുത്ത പാമ്പ് കടലാക്രമണം രൂക്ഷമായ എടവനക്കാട് തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് ചേരും. കടലാക്രമണം തടയാൻ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ജില്ലാ കളക്ടർ വകുപ്പ് മന്ത്രിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ നാളെ പ്രദേശവാസികളെ അറിയിക്കും. അനുകൂല നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. നാളെ MLA ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്.
സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ജൂലൈ 6 വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. കേരളത്തിന് മുകളിൽ തുടരുന്ന ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനം മൂലമാണ് മഴ കൂടുതൽ ലഭിക്കുക. അതേസമയം സംസ്ഥാനത്ത് ജൂണിൽ സാധാരണയിൽ കൂടുതൽ മഴ പ്രവചിച്ചിരുന്നെങ്കിലും 25% മഴ കുറവായിരുന്നു. റബ്ബറിന്റെ താങ്ങുവില ഉയർത്തണമെന്ന ആവശ്യവുമായി കർഷകർ. ഇപ്പോഴുള്ള 180 എന്നതിനു പകരം 200 രൂപയാക്കണമെന്നാണ് ആവശ്യം. ആഭ്യന്തര വിപണിയിലെ ക്ഷാമം അവസരമാക്കി ടയർ കമ്പനികൾ ഇറക്കുമതിക്ക് നീങ്ങുന്നതോടെ നിലവിലെ വില വർധന കുറയുമെന്നാണ് കർഷകർ പറയുന്നത്. റബ്ബർ കർഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ഒരു വില കൂടി നിൽക്കുന്ന സമയം, അതായത് സമീപകാലത്തൊന്നും ഇല്ലാത്തതിനപ്പുറത്തേക്ക് 205 രൂപയിലേക്കൊക്കെ റബ്ബർ ഷീറ്റിന്റെ വില വരുന്ന സാഹചര്യമുണ്ട്. ലാറ്റക്സിന്റെ വില കുതിച്ചുയർന്ന് നിൽക്കുന്നു. പക്ഷേ ഈ സമയം കർഷകരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഈ മഴമറ ഒക്കെ ഇടുന്നതിന് സബ്സിഡി ലഭിക്കുന്നത് പോലും മെയ് അവസാനം മാത്രമാണ്. അതിനുശേഷം മാത്രമാണ് ഈ മഴമറ ഇടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് അതിനുശേഷം കാര്യമായ റബ്ബർ വെട്ട് നടന്നിട്ടില്ല, പാൽ സംഭരണം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വില കൂടിയതിൻ്റെ ഒരു ഗുണം അവർക്ക് ഇല്ലാതാകുന്നു. തൊട്ടിപ്പുറത്ത് തന്നെ ടയർ കമ്പനികൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം നടത്തുന്നു. അതായത് ഇവിടെ റബ്ബറിന്റെ ദൗർലഭ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റബ്ബർ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം നടത്തുന്നു. ഇവിടുത്തെ ടയർ കമ്പനികൾ ഇപ്പോൾ ഒരു ആസൂത്രിതമായ നീക്കം, കഴിഞ്ഞ കൊല്ലം നടത്തിയതുപോലെ ഒരു നീക്കം നടത്തുകയാണ്. ഉൽപാദനത്തിന്റെ കുറവിന്റെ പുറകിൽ ഈ പറയുന്ന റബ്ബർ ഷീറ്റ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ പോയാൽ ഒരു ആഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി ഒരു 25 രൂപയെങ്കിലും 1 കിലോയിൽ കുറയാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ശക്തമായി ഇടപെടണം. ജൂലൈ ഒക്കെ കഴിയുന്നതോടുകൂടി ഈ വില വീണ്ടും ഇടിയുന്ന നിലയിലേക്ക് എത്തും. അതായത് സംസ്ഥാനത്തെ കർഷകർക്ക് സംഭരണം തുടങ്ങുന്ന സമയത്തേക്ക്, റബ്ബർ ഷീറ്റ് അവരുടെ കയ്യിൽ എത്തുന്ന സമയത്തേക്ക് അവർക്ക് കയ്യിൽ പണം കിട്ടുന്നത് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലേക്ക് എത്തും. ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബജറ്റിലാണ് 180 രൂപയായി റബ്ബർ വില വർദ്ധിപ്പിച്ചത്. പക്ഷേ ആ രൂപയൊന്നും തന്നെ അതിലേക്ക് വില സ്ഥിരതാ ഫണ്ടിലേക്ക് പണമൊന്നും തന്നെ നൽകേണ്ട സ്ഥിതി സംസ്ഥാന സർക്കാരിന് ഉണ്ടായില്ല. കാരണം ഈ പണം പ്രഖ്യാപിച്ചപ്പോൾ അതിനപ്പുറത്തേക്ക് തന്നെ ഈ തുക എത്തിയിരുന്നു, റബ്ബർ വില എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് ചിലവുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വർദ്ധിച്ച വില ഉയർന്ന സാഹചര്യത്തിൽ വില സ്ഥിരതാ ഫണ്ടും ഉയർത്തണം എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. പ്രത്യേകിച്ച് അതിനൊരു കാരണം കൂടിയുണ്ട്. ഇടത് പക്ഷം LDF അധികാരത്തിലെത്തിയത് റബ്ബർ വില അടിസ്ഥാന വില 250 രൂപയാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അത് 200ലേക്ക് പോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 200 രൂപയെങ്കിലും ആക്കണം. അടിയന്തരമായി ആക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു പ്രയോജനം, ഈ റബ്ബർ വില വർധനവിൻ്റെയും അല്ലെങ്കിൽ ഈ വിപണി ഇങ്ങനെ മാറി വരുന്നതിൻ്റെയൊക്കെ ഒരു ഗുണം കിട്ടുള്ളൂ. റബ്ബർ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ചെലവ് പോലും ഫലത്തിൽ കിട്ടുന്നില്ല, കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു സാഹചര്യം. പക്ഷേ സമീപകാലത്ത് വില കൂടി, പക്ഷേ ഇവിടെ ഒരു സീസൺ അല്ലാതായി മാറുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാം എന്നതാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മടങ്ങിയത് 15 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതിന്റെ ഞെട്ടലിലായിരുന്നു നമ്മളെല്ലാവരും. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു വാർത്ത എല്ലാവരിലേക്കും എത്തുന്നത്. ഒരു പക്ഷേ ഈ പ്രതികൾ ഒരിക്കലും പുറത്തു വരില്ല എന്ന് കരുതി അവരത്തരത്തിൽ വളരെ രഹസ്യമായി കൊണ്ടുപോയ ഒരു കുറ്റകൃത്യമാണ് കഴിഞ്ഞ ദിവസം വെളിച്ചത്തിലേക്ക് വന്നത്. ഇപ്പോൾ FIRന്റെ പകർപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ പറയുന്ന വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനിൽകുമാർ, ഈ കലയുടെ ഭർത്താവ് തന്നെയാണ് 1ാം പ്രതി. എങ്ങനെയാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് ആര്യ. ശരിക്കും FIRന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന അനുസരിച്ച് 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. 1ാം പ്രതി കലയുടെ ഭർത്താവ് അനിൽകുമാറാണ്. അയാൾ നിലവിൽ ഇസ്രയേലിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജിനു, സോമൻ, പ്രമോദ്. വീണ്ടും വാർത്തകളിലേക്ക്. സ്വന്തം പിതാവിന്റെ ചൂഷണങ്ങളും അയാളുടെ സ്വഭാവ വൈകൃതങ്ങളും തുറന്നുകാട്ടി കഴിഞ്ഞ ദിവസം കോട്ടയത്തെ യുവതി ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്റർ കൂടിയായ പിതാവ് വിശ്വാസത്തിന്റെ മറവിൽ നടത്തിയ ക്രൂരതകളെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് യുവതി തുറന്നു പറഞ്ഞത്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ പാസ്റ്ററെ ആത്മീയ ശുശ്രൂഷകളിൽ നിന്ന് മാറ്റി നിർത്തിയതായും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായും സഭാ നേതൃത്വം അറിയിച്ചു.
കോട്ടയത്തെ പാസ്റ്റർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്വന്തം മകൾ ന്യൂസ് 8 മുന്നിലാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. 11 വയസ്സ് മുതൽ താൻ പിതാവിൽ നിന്ന് ശാരീരികവും മാനസികവുമായ ക്രൂരതകൾക്ക് ഇരയാകപ്പെട്ടു. തന്റെ പ്രായം മറച്ചുവെച്ച് മറ്റൊരു പാസ്റ്ററുമായി 17-ാം വയസ്സിൽ വിവാഹം നടത്തി. വിദ്യാഭ്യാസത്തിനുള്ള അവസരം പോലും നിഷേധിച്ചാണ് പ്രായപൂർത്തിയാകും മുൻപ് വിവാഹം നടത്തിയത്. പ്രാർത്ഥനയ്ക്കായി എത്തിയ നിരവധി യുവതികൾ ഇയാളുടെ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായും മകൾ ആരോപിച്ചിരുന്നു. നേരത്തെ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാതിരുന്നതോടെയാണ് യുവതി ന്യൂസ് 8 കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. വാർത്തയ്ക്ക് പിന്നാലെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന സഭാ നേതൃത്വം പാസ്റ്ററെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇയാളെ ആത്മീയ ശുശ്രൂഷകളിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും സഭാ ആസ്ഥാനമായ കുമ്പനാട് ചേർന്ന IPC എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായി. പാസ്റ്ററെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ലെന്നും സഭാ നേതൃത്വം ന്യൂസ് 8 പറഞ്ഞു. രണ്ടുപേരുടെയും വാദിയുടെയും പ്രതിയുടെയും വാദം കേട്ട് അവരുടെ കുറ്റങ്ങൾ ന്യായങ്ങൾ നമുക്ക് മനസ്സിലാക്കി മാത്രമേ നമുക്ക് അടുത്ത ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഒരു വാരുടെ ഭാവിയല്ലേ, നമുക്ക് ചുമ്മാ ആരെങ്കിലും ഇതിനെ പറഞ്ഞു ചാടാൻ പറ്റില്ലല്ലോ. ഇപ്പം നിങ്ങളും മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്. നാളെ ആർക്കും ആരും എന്തും പറയാം. അപ്പം പറയുന്നതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കണ്ടേ. അപ്പൊ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റൂ. നമ്മളിപ്പം പാസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പോകുന്നൊന്നുമില്ല. ഞങ്ങൾക്ക് അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പാസ്റ്റർ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി ഉണ്ടായത്. യുവതിയുടെ പരാതി അന്വേഷിക്കാൻ സഭാതലത്തിൽ പ്രത്യേക സമിതിയെ നിയമിക്കും. ന്യൂസ് 18 കൊച്ചി. CPMനെ പ്രതിരോധത്തിലാക്കി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. കൈക്കൂലി കേസിൽ പ്രതിയായതോടെ CPM രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയിട്ടില്ല. നേതൃത്വം അറിയാതെ വൈസ് ചെയർപേഴ്സണെ ചുമതലയേൽപ്പിച്ചതും പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമെന്നാണ് സൂചന. വിജിലൻസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ചെയർമാൻ ഹാജരായിട്ടില്ല. തൊടുപുഴയിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി 1 ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയെയും ഇടനിലക്കാരൻ റോഷനെയും വിജിലൻസ് പിടികൂടിയത്. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് കേസിലെ 2ാം പ്രതിയാണ്. വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ വിശദീകരണം തേടിയ CPM ജില്ലാ നേതൃത്വം രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയിട്ടില്ല. ആദ്യം രാജിസന്നദ്ധത അറിയിച്ച ചെയർമാൻ പിന്നീട് മലക്കം മറിഞ്ഞത് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണെന്നാണ് സൂചന. അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം സംസാരിച്ച ഘട്ടത്തിൽ രാജിവെക്കുമെന്ന് തന്നെയാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു ആരോപണം ഈ വിഷയം വന്നതിന് ശേഷം ഉയർന്നു വന്ന മുൻപ് BJP എയെ തടഞ്ഞു വെക്കുകയും പരാതി രേഖാമൂലം നൽകുകയും ചെയ്തിരുന്നതാണ് വിഷയം. എനിക്കെതിരെ CPM പരാതി കൊടുത്തിട്ടുണ്ട്. CPMന്റെ കൗൺസിലർമാരെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. വിജിലൻസിലടക്കം പരാതി കൊടുത്ത നിരവധി മിനിമതു അടക്കം സവീന ബിഞ്ചു കൗൺസിലർമാരെല്ലാവരും CPMന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടക്കം കൗൺസിലർമാർ നിരവധി തവണ പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ സമരത്തിൽ ഞങ്ങളടക്കം പ്രതികളുമാണ്. ചെയർമാൻ അടക്കം അന്ന് ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പോലും ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഴിമതിക്കാരനാണ്. ഈ അഴിമതിക്കാരനാണ്, പണം കൊടുത്താലേ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞതാണ് തെറ്റ്. നവകേരള സദസ്സിനടക്കം പലരിൽ നിന്നായി പണം പിരിച്ചെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. രാജിവെക്കേണ്ടി വന്നാൽ ഇതടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും സനീഷ് ജോർജ് പാർട്ടി നേതൃത്വത്തിന് നൽകിയെന്നാണ് വിവരം. നഗരസഭാ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെന്തൊരു സമ്മർദ്ദത്തിലാണോ? എന്ത് പറയുന്ന നവകേരള സദസ്സിന് 10 ലക്ഷം രൂപ ചെയർമാൻ എവിടെ നിന്ന് എടുത്തു? ചെയർമാൻ എന്റെ സംഘാടക സമിതിയുടെ ഭാരവാഹിയായിരുന്നു. ആ ഭാരവാഹിയായാൽ കൂട്ടായി നിന്ന് ഇവിടുന്ന് ആയിട്ട് ആളുകളിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. പിന്നെ തെളിയിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പത്രസമ്മേളനം എന്തുകൊണ്ട് നടത്തിക്കോട്ടെ, നടത്തി തെളിയിക്കണമല്ലോ. ഞങ്ങളുടെ അറിവില്ല. പിന്നെ CPMന് ചെയർമാനെ ഉപയോഗപ്പെടുത്തി പണം പിരിക്കേണ്ടി വരും എന്ന് പറയുന്ന സാഹചര്യം എന്തായാലും കേരളത്തില് സംഘാടക സമിതി ചെയർമാനായാലല്ലായിരുന്നു. പക്ഷെ സംഘാടക സമിതി MLA സഹകരിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ്. കോൺഗ്രസ് വിമതനായി വിജയിച്ച സനീഷ് ജോർജിനെയും മുസ്ലിം ലീഗ് സ്വതന്ത്രയായി വിജയിച്ച ജെസി ജോണിയെയും ഒപ്പം ചേർത്താണ് LDF നഗരസഭ ഭരണം പിടിച്ചത്. ജെസി ജോണിയെ പിന്നീട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോടതി അയോഗ്യയാക്കിയിരുന്നു. 35 അംഗ ഭരണസമിതിയിൽ LDFന് 14, UDFന് 12, BJPക്ക് 8 അംഗങ്ങളാണ് നിലവിലുള്ളത്. അതേസമയം വിജിലൻസിൽ ഹാജരാകാൻ പറഞ്ഞ് നഗരസഭാ ചെയർമാനെ നോട്ടീസ് നൽകിയെങ്കിലും ചെയർമാൻ ഹാജരായിട്ടില്ല. ചെയർമാൻ നഗരസഭയിൽ 15 ദിവസത്തെ അവധിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി.
ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെന്നല്ല നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഏത് ചുമതലയും ഏറ്റെടുക്കുമെന്ന് രമ്യ ഹരിദാസ് ന്യൂസ് 18നോട് പറഞ്ഞു. പാലക്കാട് DCC നേതൃത്വം തനിക്കെതിരാണെന്ന വാദം ശരിയല്ല. DCC പ്രസിഡന്റ് ഒരു വ്യക്തിയാണെന്നും നേതൃത്വമല്ലെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസിനുള്ള സാധ്യത പ്രഥമ പരിഗണന തന്നെ അവർക്ക് ലഭിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും രമ്യ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും വയനാടൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ചേലക്കര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി താങ്കളുടെ പേര് പ്രഥമ പരിഗണനയിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തു തോന്നുന്നു? കാരണം പാർട്ടി അത്തരം ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ, പാർട്ടി തലങ്ങളിലുള്ള യോഗങ്ങൾ, ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെയുള്ള അതിന്റെ യോഗങ്ങളും പ്രാഥമികമായിരിക്കുന്ന അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലുമാണ് പാർട്ടി ഊന്നൽ കൊടുത്തിരിക്കുന്നത്. മറ്റെല്ലാം പാർട്ടി അതിൻ്റെതായ സമയങ്ങളിൽ അത്തരം ചർച്ചകളിലേക്ക് കടക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പാർട്ടി പരിഗണിക്കുകയാണെങ്കിൽ അത് തള്ളിക്കളയില്ല. കാരണം എൻ്റെ ഓരോ ഘട്ടങ്ങളിലും അറിയാലോ, ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തതും പാർട്ടിയാണ്. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോൾ അവിചാരിതമായിട്ടാണ് ആലത്തൂർ പാർലമെന്റിലെ സ്ഥാനാർത്ഥിയായിട്ട് ആ ഉത്തരവാദിത്തം എന്നിലേക്ക് എത്തിയത്. ആ എത്തുന്നതിന്റെ പിന്നിലും അതിന് നേതൃത്വം കൊടുത്തതും അതിന്റെ തീരുമാനമെടുത്ത് ആ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതും പാർട്ടിയാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും പാർട്ടി എടുത്ത സ്റ്റെപ്പുകളാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും വഴിത്തിരിവായിട്ട് മുന്നോട്ട് പോയത്. അപ്പം നിങ്ങൾക്കറിയാലോ, ഒരു പരിചയമില്ലാതിരുന്ന ജനങ്ങൾക്കിടയിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയതും പാർട്ടിയാണ്. അപ്പോൾ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനങ്ങളും പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തക എന്നുള്ള രീതിയിൽ. അപ്പം അതിൽ പാർട്ടി ഏത് തീരുമാനങ്ങൾ എടുത്താലും അതിനോട് യോജിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ചേലക്കര മണ്ഡലത്തിലെ ഒരു UDFന്റെ സാധ്യതകൾ ഏതെങ്കിലും തരത്തിൽ വിലയിരുത്തിയിട്ടുണ്ടോ, പരിശോധിച്ചിട്ടുണ്ടോ? കാരണം ചേലക്കര മാത്രമല്ല, കാരണം കേരളത്തിൽ കോൺഗ്രസ് UDF അധികാരത്തിലേക്ക് വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയധികം ബുദ്ധിമുട്ടുകൾ, അത്രയധികം പ്രയാസങ്ങൾ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അത് വെച്ച് നോക്കുന്ന സമയങ്ങളിൽ കേരളത്തിൽ ഒരു UDF തരംഗം അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് സർക്കാർ വേണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ UDF സംവിധാനമാണെങ്കിലും കോൺഗ്രസ് സംവിധാനമാണെങ്കിലും ചിട്ടയായിട്ട് അതിന്റെ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. താങ്കൾ ഒരു സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ ഇപ്പോൾ പാലക്കാട് ജില്ലാ കമ്മിറ്റി പലപ്പോഴും താങ്കൾക്കെതിരെയുള്ളൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് തൃശ്ശൂരാണ്, പിന്നെ ചേലക്കര തൃശ്ശൂർ ജില്ലയിലാണ്. എങ്കിൽ പോലും പാലക്കാട് DCCയുടെ ഒരു നിലപാട്, ഇപ്പോഴത്തെ ഒരു നിലപാട് താങ്കൾക്കെതിരാണ് പൊതുവെയുള്ള അങ്ങനെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ DCC പ്രസിഡന്റ് തങ്കപ്പൻ്റെ എല്ലാം തന്നെ പ്രതികരണങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. എങ്ങനെ കാണുന്നു? ഇപ്പോൾ DCC എന്ന് പറയുന്നതിൽ ഒരു വ്യക്തിയല്ലല്ലോ ഒരു DCC എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയങ്ങളിൽ അങ്ങനെ ഒരു നിങ്ങൾ ഈ പറയുന്ന രീതിയിലേക്കുള്ള എന്താ പറയുക, അങ്ങനത്തെ ഒരു സമീപനങ്ങളൊന്നും എൻ്റെ അല്ലെങ്കിൽ എന്നോടായിട്ടോ അല്ലെങ്കിൽ പാലക്കാട് എന്താ പറയുക DCC നേതൃത്വത്തിന് അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ നേതൃത്വത്തിനല്ല, പ്രസിഡന്റിന് മാത്രമാണ്. അപ്പോൾ പ്രസിഡന്റിന്റെ മാത്രം ഒരു ഇതാണോ പലപ്പോഴും അവർ നിങ്ങൾക്കെതിരെയുള്ള പ്രതികരണമൊക്കെ? എനിക്കറിയില്ല, അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. പക്ഷെ അതിനുശേഷം കൊടുത്ത പ്രതികരണങ്ങളിലൊക്കെ ഓരോ സമയങ്ങളിൽ ഓരോ രീതിയിലാണ് ഞാൻ പ്രതികരണങ്ങൾ കണ്ടത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരിക്കലും തോന്നാൻ സാധ്യതയില്ല. കാരണം ഞാനിപ്പോഴും ഇവിടുത്തെ നമ്മുടെ മണ്ഡലങ്ങളിലെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് അടുത്തിടെ നടന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ അതിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഒരു മാറ്റി നിർത്തൽ, അങ്ങനെ ഒരാളെയൊന്നും ആർക്കും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അകറ്റി നിർത്താനോ ഒന്നും കഴിയില്ല. കാരണം ഇതൊരു പ്രസ്ഥാനമാണ്. ഈ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇതിൽ മെമ്പർഷിപ്പ് എടുത്തവരുമുണ്ട്, അല്ലാത്തവരും ഒക്കെയുണ്ട്. അപ്പം അങ്ങനെ ഒരു നീക്കങ്ങളൊന്നും പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാലക്കാടാണെങ്കിലും എൻ്റെ തൃശ്ശൂർ ജില്ലയാണെങ്കിലും രണ്ട് ജില്ലകളിലും അങ്ങനെ ഒരു നീക്കങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമീപനമോ ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. സിറോ മലബാർ സഭയിലെ ഏകീകരിച്ച കുർബാന ക്രമം ഇന്ന് മുതൽ നടപ്പാക്കുകയാണ്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം പരിഹരിച്ചെങ്കിലും അനിശ്ചിതത്വം ഒഴിവായിട്ടില്ല. ൂരിക
ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, കുർബാന ഏകീകരണം എല്ലാ പള്ളിയിലും നടപ്പാക്കുന്നുണ്ടോ? പാർവതി, സിറോ മലബാർ സഭയിൽ കുർബാന ഏകീകരണം ഇന്നു മുതൽ നിലവിൽ വരണമെന്നാണ് സഭ അനുശാസിക്കുന്നത്. അതിനുള്ള ഒരു തീരുമാനങ്ങളും കാര്യങ്ങളുമാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലായിരുന്നു ഇത് സംബന്ധിച്ചൊരു തർക്കവും കാര്യങ്ങളും നിലനിന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ഒരു ശ്രമങ്ങൾ അനുരഞ്ജനത്തിലേക്ക് ഏതാണ്ട് അത് പൂർണ്ണമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണ്ണമായും ആ രീതിയിലേക്ക് മാറുമോ എന്ന് ഇന്ന് അറിയാനേ സാധിക്കുകയുള്ളൂ. ഇന്ന് ഏതെങ്കിലും ഒരു കുർബാന പൂർണ്ണമായും സിനഡ് നിർദ്ദേശിക്കുന്ന രീതിയിൽ ഏകീകരിച്ച കുർബാനയായിരിക്കണമെന്ന് നിർബന്ധിച്ചിട്ടുണ്ട്. അത് ഇതുവരെയും പല പള്ളികളിലും ഇന്നിപ്പോൾ 3 കുർബാന വീതമുള്ള ഇന്ന് സെന്റ് തോമസ് ഡേ ആണ് എന്നുള്ളത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ കുർബാന ആ രീതിയിലേക്ക് പലയിടത്തും എത്തിയിട്ടില്ല. എങ്കിലും വൈകാതെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെയും കുർബാന ഏകീകരിച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏതെങ്കിലും വിശ്വാസികൾ ഇതിന് എതിർപ്പ് ഉയർത്തുന്നുണ്ടെങ്കിൽ പഴയതുപോലെ ജനാഭിമുഖം തന്നെയാകും എന്നാണ് അൽമായ മുന്നേറ്റം അടക്കമുള്ളവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇതുവരെയും പല പള്ളികളിലും ജനാഭിമുഖം തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏകീകരിച്ച കുർബാന ഇന്നത്തെ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമോ എന്നത് വരും ദിവസങ്ങളിൽ മാത്രമാണ് അറിയാനായിട്ട് സാധിക്കുക. ഇപ്പോൾ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ സഭയുടെ അധ്യക്ഷൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ കുർബാന പുരോഗമിക്കുകയാണ്. പാർവതി, സിറോ മലബാർ സഭയിലെ ഏകീകരിച്ച കുർബാന ക്രമം ഇന്നു മുതൽ നടപ്പാക്കുകയാണ്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം പരിഹരിച്ചെങ്കിലും അനിശ്ചിതത്വം ഒഴിവായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റിയാദ് ക്രിമിനൽ കോടതി റദ്ദാക്കിയതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 3 ആഴ്ചയ്ക്കുള്ളിൽ റഹീമിന് നാട്ടിലെത്താൻ കഴിഞ്ഞേക്കുമെന്നാണ് സൌദി അധികൃതർ നൽകുന്ന വിവരം. അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട സൌദി ബാലന്റെ കുടുംബം കോടതിയെ അറിയിച്ചതോടെയാണ് മോചനം സാധ്യമാകുന്നത്. എന്നാൽ സൌദി കുടുംബം തുടർച്ചയായി കോടതി നടപടികളോട് സഹകരിക്കാതിരുന്നത് ആശങ്ക ഉയർത്തിയെന്ന് അബ്ദുൾ റഹീമിന്റെ സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ദയാദാനവും മറ്റ് ചെലവുകളും കഴിച്ചുള്ള പണം അർഹരായവർക്ക് വേണ്ടി വിനിയോഗിക്കുമെന്നും കുടുംബം അറിയിച്ചു. എങ്ങനെയാണ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഈ നമുക്കിപ്പോൾ തന്നെ 3 മാസത്തിനധികം സമയമെടുത്തു പണം സമാഹരിച്ച് അവിടേക്ക് കാര്യങ്ങൾ ലീഗൽ സെല്ലൊക്കെ ബന്ധപ്പെട്ടിട്ടു. ഇനി എന്താണ് അവിടുത്തെ നടപടി? ഇനിയിപ്പം റിലീസ് ഓർഡർ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം ഒരു 3 ആഴ്ച ആണ് അടുത്ത കോടതി ഉണ്ടാവുക. അതോടുകൂടി അവസാനിക്കും. അവനക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് കയറി വരാം എന്നുള്ളതാണ്. എന്താ പറയുക, ഒരു വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ തലവെട്ട് കേസാണ്. അത് സ്റ്റോപ്പ് ചെയ്തു. ഇനി അതിനപ്പുറം ഇല്ല. നമ്മൾ ഇവിടുന്ന് പിരിച്ച ക്യാഷ് ഇന്നലെ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. അതോടെ എല്ലാ എന്താ പറയുക നൂലാമാലകളും അവസാനിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എല്ലാം വിജയിച്ചു വരുമ്പോൾ കുടുംബം പെട്ടെന്ന് മാറുന്നത് എന്താണ്? അതെ, അതൊരു ആശങ്ക തന്നെയായിരുന്നു. അവര് പിന്മാറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇത്രയും പൈസ പിരിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പം കോടതിയിൽ അവർ വരൽ നിർബന്ധമായിരുന്നു. അവർ വന്നു. ഇന്നലെ എല്ലാ കരാറിലും ഒപ്പുവെച്ചു. ഇനി നമുക്ക് ഒരു ആശങ്ക ഇല്ല. ഇനി ഒന്നും അവർക്ക് ഇനി കുടുംബത്തിന് മാറ്റി പറയാനൊന്നും കഴിയില്ല. കോടതിയിൽ ഓക്കെ വന്നല്ലോ. ഇനി നമ്മൾ അവനെ വെയിറ്റ് ചെയ്യാണ്. അവർ സന്തോഷത്തിലാണ്. ഈ പണം സമാഹരിച്ചതും ഒരു സമാനതകളില്ലാത്തതാണല്ലേ. ഈ എങ്ങനെയൊക്കെ വന്നു എന്ന് നമ്മളൊക്കെ അന്ന് കണ്ടതാണ്. ഈ ആളുകൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും, ഇതെപ്പം വരും, ഈ പണം അവിടെ എത്തിയോ, കൊടുത്തോ, വന്നോ, ഇല്ലേ? നമ്മളൊരു പ്രതീക്ഷ ഇല്ലാതാണല്ലോ ഈ 34 കോടിക്ക് ഇറങ്ങിയത്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എല്ലാവരും ഇറങ്ങി ഒരു 5 ദിവസം കൊണ്ട് നമ്മൾ 30 കോടിന്റെ അപ്പുറം, ഇപ്പൊ ഏകദേശം 34 കോടിയല്ല 40 കോടിന്റെ മേലെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കണക്കും കാര്യമൊക്കെ പിന്നീട് അറിയിക്കും. റഹീം വരട്ടെ, അനിയം വന്നതിന് ശേഷം കാര്യങ്ങൾ എല്ലാവരും ചാനലിൽ എല്ലാവരും അറിയിച്ചിട്ട് പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ട് അത്
അതിന് അർഹതപ്പെട്ടവർക്ക് ആ ക്യാഷ് കൈമാറാനാണ് കുടുംബവും കമ്മിറ്റിയും നാട്ടുകാരൊക്കെ തീരുമാനിച്ചത്. പണമൊക്കെ കൊടുത്തിട്ട് ഒരുപാട് നാളായി പിരിച്ചിട്ട്. ഇപ്പൊ ഉമ്മയ്ക്ക് സന്തോഷമായോ? ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവായി? എല്ലാ സന്തോഷം തന്നെ. നല്ല സന്തോഷം പണ്ട് കുട്ടിയുടെ എത്തിക്കിട്ടട്ടെ. കണ്ടാലല്ലോ സന്തോഷം പറയാൻ കഴിയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ആളിവിടെ എത്തി കിട്ടിയാലോ ഉമ്മയ്ക്ക് അല്ലേ? നിങ്ങളെ കാണണമായില്ല, കുട്ടീന്റെ മുഖം കാണട്ടെ, കാട്ടി തെറ്റ വർഷം അല്ലാതെ സ്തുതിക്കുക. കുട്ടി അവിടെ ഉണ്ടായിട്ടല്ലേ, മറ്റേ കുട്ടി മരിച്ചു പോയില്ലേ, അതിനെ നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയില്ലല്ലോ. എത്ര പൈസ കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. ഇന്നലെ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ? സംസാരിച്ചു, ഉമ്മയോട് സംസാരിച്ചിരുന്നു ഇന്നലെ ഫോണില്? ജയിലിന് കഴിച്ചിലായി, കോടതിയിൽ നിന്ന് പോകുന്നു. ഇപ്പൊ എന്തായാലും 2-3 ആഴ്ച കൊണ്ട് എത്താൻ പറ്റുമെന്ന് കരുതാം. 2-3 ആഴ്ച അങ്ങോട്ട് പോയാലും അതിന്റെ മുന്നിലായിട്ടല്ല കുട്ടീനെ എത്തിച്ചേരും. കാണാനുള്ള വിചാരിച്ച ഉമ്മ അതാണ്. ഉമ്മയുടെ അടുത്ത് വന്നിരുന്നാൽ മാത്രമേ ഉമ്മയുടെ സങ്കടം പൂർണ്ണമായി മാറൂ എന്നാണ് ഇപ്പോഴും പറയുന്നത്. കാരണം നമുക്കറിയാം, പണം സമാഹരിച്ചു, ഈ പണം കൊണ്ടുപോയി അത് അവിടെ അടച്ചു, പിന്നീട് കുടുംബം വരാതിരിക്കുന്നു, അതിനുശേഷം ഇന്നലെ വരുന്നു. എന്തായാലും ഇനി യാതൊരു കാര്യങ്ങളും ഇതിൽ മാറ്റമുണ്ടാവില്ല എന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരം ഒരു ഉത്തരവ് കോടതിയിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. റഹീം പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഔദ്യോഗികമായ ചില നടപടിക്രമങ്ങൾ മാത്രമാണ്. കാരണം കോടതിയിൽ നിന്നും കുറ്റവിമുക്തനാക്കിയുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. ആ ഉത്തരവിൻ്റെ പകർപ്പിനെയും കമ്മീഷണറേറ്റിൽ നൽകണം. അവിടെ നിന്നും പിന്നീട് ജയിലിലേക്ക് പോകണം. ജയിലിൽ നിന്നും അതിനനുസരിച്ചുള്ള ഉത്തരവ് ഇറങ്ങണം. ഏതാണ്ട് ചുരുങ്ങിയത് 3 ആഴ്ചയെങ്കിലും ആ സമയമെടുക്കുന്ന നടപടിക്രമങ്ങളാണുള്ളത്. അതിനുശേഷം അബ്ദുറഹീമിന് സ്വതന്ത്രനായി നിർഭയനായി നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ചരിത്രമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത്. ഒരിടവേള കൂടി. യഥാക്രമം 2, 3, 4 പ്രതികളായിട്ടുള്ളത്. കലയ്ക്ക് മറ്റൊരാളുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്ന സംശയത്തിലാണ് കൊലപാതകം ചെയ്തത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കൊലപാതകം നടത്തിയത് ഈ 4 പേരും ചേർന്ന് തന്നെയാണ് എന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. FIR രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. കൊലയ്ക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലയ്ക്ക് മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് സംശയത്തിലാണ് കൊലപാതകം നടത്തിയത്. മാത്രമല്ല, പെരുമ്പുഴ പാലത്തിൽ വെച്ചിട്ടാണ് കൊലപാതകം നടത്തിയത്. ഒരു മാരുതി കാറിലാണ് മൃതദേഹം കൊണ്ടുപോയത്. 2009 ഈ കൊലപാതകം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 302, 201, 34 എന്നീ വകുപ്പുകളാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നത്. മാന്നാറിലെ മറ്റു വാർത്തകൾ കൂടി നോക്കാം. എറണാകുളം ആലുവയിൽ വയോധികനെ കുത്തിക്കൊന്നു. പറവൂർ കവലയിലുള്ള ഹോട്ടലിലാണ് കൊലപാതകം നടന്നത്. വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണം. ഏഴിക്കര സ്വദേശി ശ്രീനിവാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, കൊല്ലപ്പെട്ടത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? പാർവതി, ഇന്ന് പുലർച്ചെയാണ്, ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ആലുവയിലെ പറവൂർ കവല എന്ന് പറയുന്ന ആലുവയ്ക്കും അങ്കമാലിക്കിടയ്ക്ക് വരുന്ന ഒരു പ്രദേശമാണ്. അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്ന് രാവിലെ ചായക്കടയിലേക്ക് വന്ന 2 പേരും വരികയായിരുന്നു. പക്ഷെ ഇവർ തമ്മിലൊരു വാക്ക് തർക്കമുണ്ടാവുന്നു. ഈ ശ്രീനിവാസനും അതോടൊപ്പം ഈ വയോധികനും തമ്മിൽ വാക്ക് തർക്കമുണ്ടാവുന്നുണ്ട്. ശ്രീനിവാസൻ ഈ കയ്യിൽ ഉണ്ടായിരുന്ന കത്രിക കൊണ്ട് ഇയാളെ ആഴത്തിൽ കുത്തുകയായിരുന്നു. ഈ വയോധികൻ 70 വയസ്സുള്ള വയോധികൻ തത്സമയം തന്നെ മരണമടഞ്ഞു. ഇതിന് ശേഷം പോലീസ് സ്ഥലത്തെത്തുകയും ശ്രീനിവാസനെ, പറവൂർ സ്വദേശി ശ്രീനിവാസനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിനുള്ള ഒരു കാരണം, വാക്കുതർക്കം എന്തിനെ ചൊല്ലിയായിരുന്നു അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം തുടരുകയാണ്. വയോധികനെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇയാൾ ഈ ഭാഗത്ത് ആലുവ ഭാഗത്തെല്ലാം തന്നെ പലയിടത്തും അലഞ്ഞു നടക്കുന്ന ഒരാളായിട്ടാണ് പരിസരവാസികൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ശ്രീനിവാസനും വയോധികനും ഒരുമിച്ച് കണ്ടതായി പറയുന്നുണ്ട് പലരും തന്നെയും. അപ്പോൾ ഇവർ തമ്മിൽ ഏതെങ്കിലും രീതിയിലൊരു തർക്കം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. അയാളുടെ മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു നടപടികൾ പോലീസ് തുടരുകയാണ്. പാർവതി. ശരി. എറണാകുളം ആലുവയിൽ വയോധികനെ കുത്തിക്കൊന്നു. സംഭവത്തിൽ ഏഴിക്കര സ്വദേശി ശ്രീനിവാസൻ പോലീസ് കസ്റ്റഡിയിലായി. വിവരങ്ങൾ നൽകിയത് ഡാനി പോൾ. വാളയാർ എറണാകുളം റൂട്ടിൽ 100 കിലോമീറ്ററിനുള്ളിൽ 3 ടോൾ പിരിവ് കേന്ദ്രങ്ങളാണുള്ളത്. പന്നിയങ്കര ടോൾ സ്റ്റേഷനെതിരെ ജനങ്ങൾ സമരം ശക്തമാക്കിയെങ്കിലും പകൽ കൊള്ളയ്ക്ക് അറുതിയില്ല. പ്രദേശവാസികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും വാഹനങ്ങളെ ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന നിലപാടിലാണ് ടോൾ കമ്പനി.
2022 മാർച്ച് 9 പാലക്കാട് തൃശൂർ റൂട്ടിലെ പന്നിയങ്കരയിൽ ടോൾ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. വാളയാർ ടോൾ സ്റ്റേഷനിൽ നിന്ന് 54 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് പന്നിയങ്കര ടോൾ സ്റ്റേഷൻ. ഇവിടെ നിന്ന് 38 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത ടോൾ സ്റ്റേഷനായ പാലിയേക്കര. കോയമ്പത്തൂരിൽ നിന്ന് ചാലക്കുടി എത്തണമെങ്കിൽ ലൈറ്റ് വാഹനങ്ങൾ ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ 360 രൂപയും ഇല്ലെങ്കിൽ ഇരട്ടിയും നൽകണം. നിർമ്മാണം പൂർത്തിയാകാത്ത കുതിരാൻ തുരങ്ക നിർമ്മാണം ചൂണ്ടിക്കാട്ടിയാണ് പന്നിയങ്കരയിലെ ടോൾ പിരിവ്. ഹെവി വാഹനങ്ങൾക്ക് എത്രയോ ഇരട്ടിയും വേണം. മുമ്പ് സ്കൂൾ വാഹനങ്ങൾ, പ്രദേശവാസികളുടെ വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകൾ, ടോറസ് ലോറികൾ എന്നിവയെ ടോളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. സ്വകാര്യ ബസ്സുകളും ടോറസുകാരും ഇപ്പോൾ ടോൾ നൽകണം. സ്കൂൾ വാഹനങ്ങളെയും പ്രദേശവാസികളുടെ വാഹനങ്ങളെയും ടോളിൽ ഉൾപ്പെടുത്തിയതോടെയാണ് ജനകീയ സമിതി സമരവുമായി ഇറങ്ങിയത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഓരോ 1-ാം തീയതികളിലും പലപ്പോഴായിട്ട് 6 തവണ എന്തോ ഇവർ ഇത്തരത്തിൽ ഒരു ടോൾ പിരിക്കുന്നുള്ള തീരുമാനം എടുത്തിരുന്നതാണ്. അതിൽ നിന്ന് ശക്തമായ ബഹുജന പ്രക്ഷോഭം വന്നതോടുകൂടിയിട്ടാണ് ഇവർ ഈ ഈ തീരുമാനം നിന്ന് പിൻവാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇത് എത്ര തവണ ഇതേ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ജനങ്ങൾക്ക് തന്നെ വളരെ ആശങ്കയുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവരാരാണോ, അത് കരാർ കമ്പനിയായിട്ടും ഇപ്പോൾ ടോൾ പിരിക്കുന്ന സെക്യൂറ എന്ന കമ്പനിയായിട്ടും ചർച്ച ചെയ്തുകൊണ്ട് ജില്ലാ ഭരണകൂടമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിമാരോ അല്ലെങ്കിൽ ആരാണോ ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവർ ഈ ടോൾ കമ്പനിയായിട്ട് വളരെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നിലവിൽ ഉള്ള ഇളവ് 27 മാസക്കാലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇളവ് അതേപോലെ ഒരു കൃത്യമായ അന്തിമമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് തുടരണം. പന്നിയങ്കര ടോൾ സ്റ്റേഷനിൽ തുടക്കത്തിൽ 40 ലക്ഷത്തോളമായിരുന്നു പ്രതിദിന വരുമാനം. ഇപ്പോൾ 50 ലക്ഷത്തിന് മുകളിലാണ്. വെള്ളിമുങ്ങ മുതൽ ഹെവി വാഹനങ്ങൾ വരെയാണ് ടോൾ നൽകേണ്ടത്. തൽക്കാലത്തേക്ക് ടോൾ പിരിവ് നിർത്തിയെങ്കിലും സ്കൂൾ വാഹനങ്ങളെയും പ്രദേശവാസികളെയും ഒഴിവാക്കില്ലെന്നാണ് മുംബൈ ആസ്ഥാനമായുള്ള സെക്യൂറ ടോൾ കമ്പനിയുടെ നിലപാട്. അങ്ങനെയെങ്കിൽ സമരം ശക്തമാക്കാനാണ് ടോൾ വിരുദ്ധ സമിതിയുടെ തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. പാവപ്പെട്ട 50 യുവതി യുവാക്കൾക്ക് മംഗല്യഭാഗ്യമൊരുക്കി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനിയും. മകൻ അനന്ത് അംബാനിയുടെ വിവാഹ ചടങ്ങുകളുടെ മുന്നോടിയായാണ് 50 യുവതി യുവാക്കളുടെ സമൂഹ വിവാഹം നടത്തിയത്. ജൂലൈ 12 അനന്ത് അംബാനിയുടെയും നർത്തകി രാധിക മർച്ചന്റിന്റെയും വിവാഹം. മുംബൈയിലെ റിലയൻസ് കോർപ്പറേറ്റ് പാർക്കിലായിരുന്നു ആഘോഷാന്തരീക്ഷത്തിൽ സമൂഹ വിവാഹം. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ നിന്നുള്ള 50 യുവതി യുവാക്കളാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. നവവധൂവരന്മാർക്ക് സമ്മാനങ്ങൾ നിത അംബാനി സമ്മാനിച്ചു. അനന്ത് അംബാനി രാധിക മർച്ചന്റ് വിവാഹത്തിന്റെ ശുഭലഗ്ന ചടങ്ങുകളുടെ തുടക്കമായിരുന്നു സമൂഹ വിവാഹം. റിലയൻസ് ഇൻഫോകോം ചെയർമാൻ ആകാശ് അംബാനി, ഭാര്യ ശ്ലോക അംബാനി, റിലയൻസ് റീറ്റെയിൽ മേധാവി ഇഷ അംബാനി, ഭർത്താവ് ആനന്ദ് പിരമൽ എന്നിവരും ചടങ്ങിന് സാക്ഷിയായി. സമൂഹ വിവാഹ ചടങ്ങ് സംഘടിപ്പിക്കാനായതിൽ മതിയായ സന്തോഷമുണ്ടെന്ന് നിത അംബാനി. विवाहित जोड़ियों को देखकर बहुत ही आनंद हो रहा है. मैं एक माँ हूँ और माँ को जितनी खुशी होती है अपने बच्चों की शादी देखकर, वही आनंद आज मुझे आ रहा है. ये सब लोग को मेरा खूब सारा आशीर्वाद. अभी आज से हमारे बच्चे अनंत और राधिका के शुभ लग्न की सब उत्सवे. ദമ്പതികൾക്ക് മംഗൾസൂത്രയും വിവാഹമോതിരവും മുക്കുത്തിയും അടങ്ങിയ ആഭരണങ്ങളും റിലയൻസ് കുടുംബം സമ്മാനിച്ചു. 1,01,000 രൂപയുടെ ചെക്കും 1 വർഷം കഴിയാനുള്ള വീട്ടുസാധനങ്ങളും ഒപ്പം നൽകി. നവവധൂവരന്മാരും കുടുംബാംഗങ്ങളുമായി 800-ലേറെ പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് 18 മുംബൈ. കാസർകോട്ടെ മലയോര മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പാണത്തൂരിലെ ജനവാസ മേഖലകൾ വന്യമൃഗങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. കർണാടക വനത്തിൽ നിന്നും കൂട്ടമായി എത്തിയ കാട്ടാനകൾ പ്രദേശത്തെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 7 കാട്ടാനകൾ അടങ്ങിയ കൂട്ടം പ്രദേശത്ത് ഇറങ്ങിയിരുന്നു. കല്ലപ്പള്ളി, ദോടമന, പെരുമുണ്ട, പെരിയാരം, കാര്യംകാനം, വട്ടക്കയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷക സംഘം ആവശ്യപ്പെടുന്നു. പാണത്തൂരും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ കുറേ ദിവസക്കാലമായി കാട്ടാനകൾ കർണാടക ഫോറസ്റ്റിന് കൂട്ടമായി വന്ന് വല്ലാണ്ടുള്ള ഉപദ്രവമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്.
നിരവധി കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, അത് തെങ്ങായാലും കവുങ്ങായാലും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശക്തമായിട്ടുള്ള പ്രതികരണമാണ് കർഷക സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ശക്തമായ നടപടി സ്വീകരിക്കാൻ പറ്റാതെ വരുന്ന പക്ഷം അതിശക്തമായ നടപടിയുമായി അതോടൊപ്പം പക്ഷവുമായി കർഷക സംഘം മുന്നോട്ട് പോകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ വിളകൾക്ക് തുച്ഛമായ നഷ്ടപരിഹാരമാണ് ഇപ്പോൾ നിലവിൽ നൽകിക്കൊണ്ടിരുന്നത്. അത് ആ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ കർണാടക ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെ ശാശ്വതമായി അവിടെ തന്നെ തടയുന്നതിനാവശ്യമുള്ള നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ് കേരള കർഷക സംഘം കണ്ടരി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ആനക്കൂട്ടം പാണത്തൂർ ചുള്ളിയാർ റോഡിൽ നിലയുറപ്പിക്കുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം പലപ്പോഴും തടസ്സപ്പെടുന്ന അവസ്ഥയിലാണ്. ആനകൾക്ക് പുറമെ കാട്ടുപന്നികളും കുരങ്ങുകളും വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കുന്നുണ്ട്. കല്ലപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടതും ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. വന്യമൃഗങ്ങൾ കൂട്ടമായി നാട്ടിലിറങ്ങുന്നതോടെ ജീവിതം പ്രതിസന്ധിയിലായി കൊല്ലം തെന്മല നിവാസികൾ. ഒറ്റയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലെ 4, 5, 6 വാർഡുകളിലാണ് വന്യമൃഗശല്യം രൂക്ഷമായത്. രാവെന്നോ പകലെന്നോ ഇല്ല, തെന്മലയിൽ വന്യജീവികൾ കൂട്ടമായി നാട്ടിലിറങ്ങുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ മറ്റുള്ളവർക്ക് ജോലിക്ക് പോകാനോ സാധിക്കുന്നില്ല. 100ഓളം കുടുംബങ്ങളാണ് ഈ ദുരിതം നേരിടുന്നത്. 8 വർഷമായി മേഖലയിൽ വന്യമൃഗങ്ങൾ സ്ഥിരമായി തമ്പടിച്ചു തുടങ്ങിയിട്ട്. കൃഷിയായിരുന്നു ഇവിടുത്തുകാരുടെ ഉപജീവനം. ഇപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഈ വനത്തിൽ ആനയ്ക്ക് യാതൊരു തരത്തിലുള്ള തീറ്റയും ഇല്ലാത്തതുകൊണ്ടാണ് ആന ഇറങ്ങുക. മുൻകാലങ്ങളിലാണെങ്കിൽ ഈ വനത്തിൽ തീ വീഴുമ്പോൾ മുളയും ഈറ അതേപോലുള്ള ആനയ്ക്ക് തിന്നാൻ പറ്റുന്ന തീറ്റകൾ പൊട്ടിക്കിളിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഈ വനത്തിൽ യാതൊരു വിധത്തിലുള്ള തീറ്റയും ആനയ്ക്കില്ലാത്തത് കൊണ്ടാണ് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളും കൂടെ ആനയ്ക്ക് ആ വനത്തിനുള്ളിൽ തന്നെ സംരക്ഷിക്കത്തക്ക സംവിധാനങ്ങളും കൂടെ ചെയ്യണം. ആനകൾ മണിക്കൂറുകൾ വീട്ടുമുറ്റത്ത് തമ്പടിക്കും. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് അധികൃതർക്ക് പറയുന്നതല്ലാതെ നടപടിയൊന്നുമില്ല. ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ആനക്കൂട്ടം. കഴിഞ്ഞ ദിവസം ആനയെ കണ്ട് വിരണ്ടോടിയ പ്രദേശവാസിയായ ബിനു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് ബിനു. ആന എന്നെ പിടിക്കാനായിട്ട് തുമ്പി കൈ കൊണ്ട് കൈ പൊക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയ ആന എൻ്റെ പുറകെ ഓടി വരികയും ഞാൻ അവിടെ എല്ലാം എൻ്റെ പുറകെ തന്നെ ആനയുണ്ടായിരുന്നു. ആന എന്നെ പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് പിന്നെ ആ കയ്യാലയിൽ നിന്ന് എടുത്ത് ചാടി തറയിൽ വീഴുകയായിരുന്നു. അവിടുന്ന് പിന്നെ ആന അങ്ങോട്ട് തിരിഞ്ഞു പുറകെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് മാറുകയും പിന്നെ ഉടനെ ഫോറസ്റ്റുകാർ വരികയും അവരോട് സംസാരിച്ച ശേഷം അവരെന്നെ പൊള്ളൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടുന്ന് രാത്രി 2 മണിക്ക് ശേഷം എന്നെ അവിടുന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഇനിയെങ്കിലും നടപടിയുണ്ടാകുമോ എന്നാണ് ഇവിടുത്തുകാർ ചോദിക്കുന്നത്. ന്യൂസ് 18 പുനലൂർ. പുന്നത്തൂർ ആനക്കോട്ടയിലെ നായകനായ ഗുരുവായൂർ നന്ദന് ഇത് നീരുകാലമാണ്. ഈ സമയത്ത് ആനയ്ക്ക് മതിയായ സുഖചികിത്സ നൽകാനുള്ള തീരുമാനത്തിലാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ആനകളിൽ മുമ്പനാണ് ഈ ഗജവീരൻ. ഈ റിപ്പോർട്ടോടെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം. ഒറ്റനോട്ടത്തിൽ ആരുടെയും മനസ്സ് കീഴടക്കുന്ന ലക്ഷണത്തികവ്, ഏതാൾക്കൂട്ടത്തിലും കൈവിടാത്ത ശാന്ത സ്വഭാവം. നിലവിൽ പുന്നത്തൂർ കോട്ടയിലെ കാരണവർ. ആനപ്രേമികളുടെ ആവേശമാണ് ഗുരുവായൂർ നന്ദൻ. പൊതുവെ ആനകൾ ഭക്ഷണത്തോട് അത്ര അടുപ്പം കാണിക്കാത്ത നീരുകാലത്തും നന്ദൻ ഭക്ഷണക്രമത്തിൽ പതിവ് പോലെ ഉഷാർ. ഇനി സുഖചികിത്സയുടെ നാളുകൾ. ഗുരുവായൂരപ്പൻ്റെ നന്ദനാന എന്ന് പറയുന്നത് ഗുരുവായൂർ നന്ദൻ എന്ന് തൃശ്ശൂർ പൂരത്തിൽ കോലമെടുക്കുന്ന ആന, പറമേക്കാവിന് വേണ്ടി കോലെടുത്ത ആനയാണ്. വളരെ സ്വഭാവത്തിൽ ആരെയും ഇഷ്ടപ്പെടുന്ന, ആരെയും സ്നേഹിക്കുന്ന, ആരെയും കൂടെ നടക്കുന്ന, നമ്മൾ ചെന്ന് എന്ത് പറഞ്ഞാലും നമ്മോട് പ്രതികരിക്കുന്ന, ശല്യം ചെയ്യാത്ത ഒരു വന്യമൃഗത്തിൻ്റെ രീതിയിൽ പെടുത്താൻ പറ്റില്ല, അത്രയും രീതിയിൽ നമ്മോട് പെരുമാറുന്ന ആനയാണ് നന്ദൻ. നന്ദൻ്റെ ആകെ ഒരു പ്രശ്നം, നന്നായി ഭക്ഷണം കഴിക്കണം. അതാണ് ആ ശരീരത്തിൻ്റെ തൂക്കത്തിൻ്റെ പ്രതി. അവൻ നീരിലിപ്പോൾ കെട്ടിയിരിക്കുക, എന്നാലും അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും വേറെ കാര്യത്തിലും അവൻ ശ്രദ്ധ കൊടുക്കില്ല. കാരണം ഭക്ഷണത്തിലാണ് അവൻ്റെ പ്രധാന കേന്ദ്രീകരണം. പിന്നെ ആരോടും ദേഷ്യപ്പെടാതെ പാപ്പാമാരോടൊക്കെ വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന ഒരു ആനയാണ് നന്ദൻ. ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് അടുത്ത കാലത്ത് ആരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം അതാണ് നന്ദൻ്റെ ഒരു പ്രത്യേകത. എവിടെയും ഏതൊരു സ്ഥലത്ത് കൊണ്ടു നിർത്തിയാലും ആളുകൾ അതിന് ചുറ്റും കൂടും. അത് കടൽ കാണാൻ ആളുകൾ ഓടിക്കൂടുന്നവർ നന്ദനെ കാണാൻ ആളുകൾ ഓടിക്കൂടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ നാട്ടാനയായ നന്ദന്റെ ഭാരം 7500 കിലോയാണ്. തൃശൂർ പൂരമടക്കം
കേരളത്തിലെ പ്രധാന പൂരങ്ങളുടെയെല്ലാം നായകൻ. നീരുകാലവും സുഖചികിത്സയുമൊക്കെ കഴിഞ്ഞ് പൂരപ്പറമ്പുകളിലുള്ള നന്ദന്റെ വരവ് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ന്യൂസ് 18 തൃശൂർ. എന്ന് പറയുന്ന സ്ത്രീ